വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നമുക്കിന്നൊന്ന് ചിക്കൻ വരട്ടിയെടുത്താലോ? ഇത് സാധാരണ രീതിയിലല്ല വരട്ടിയെടുക്കുന്നത്, ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക ഒരു 4 എണ്ണം, ഒരു പട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 3 തരത്തിലുള്ള ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറി ഒന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടിയാണ് നമുക്കിതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസും. ഇത് രണ്ടും ചേർക്കണം, രണ്ടും ഓപ്ഷനിലല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചിക്കനിൽ എന്തായാലും വെള്ളം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി എന്തായാലും മൂടി വെച്ച് കുക്ക് ചെയ്യാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇവിടെ ചിക്കനിന് വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ വെള്ളം ചേർക്കാതെ. പിന്നെ നമ്മളിത് ഗ്രേവി ആയിട്ടല്ലല്ലോ, ചിക്കൻ റോസ്റ്റ് ആണല്ലോ. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഗ്രേവി എന്തായാലും വറ്റിച്ചെടുക്കും ചെയ്യും. അപ്പോൾ അത് കാരണമാണ് ഞാൻ വെള്ളം ഒഴിക്കാണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്. മൂടി തുറക്കുമ്പോൾ തന്നെ എല്ലാ മസാലയുടെയും സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പിൻ്റെ ലേശം ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവി മൊത്തം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ്, ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടിയും അല്ലെങ്കിൽ നല്ല പത്തിരിയുടെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു പെർഫെക്റ്റ് കോംബോ ആണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ, ഉറപ്പാണ്.
അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയല്ലേ? അപ്പോൾ നോക്കിയിരുന്നു കൊതി വിടാതെ. ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അല്ലെങ്കിൽ ചിക്കൻ ഇനി വാങ്ങുമ്പോൾ അതെ ഇതുപോലെ ഒന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.